പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് മെയ് 1 വെള്ളിയാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യും. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവെ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, ജീവിതത്തിൽ കലഹങ്ങളും പിന്നതുകൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം ആകുന്നതിന് സമയമെടുക്കുന്നില്ലെന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന
ഡോക്യുമെൻറ്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നെ നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും, എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ഒരു രസമുണ്ടായി. ഞാൻ എൻ്റെ നമ്മുടെ കൃപാസനത്തിലെ അലക്സസിനോട് ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചുമ്മാ സംസാരിച്ചതല്ല, അങ്ങനെ ആധ്യാത്മിക കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ്, ഒരു മനുഷ്യൻ്റെ ആത്മീയ വിജയം എന്ന് പറയണത് മരിക്കണ മുമ്പ് ഒരു സ്വർഗസ്ഥനായ പിതാവ് ചെല്ലാനുള്ള ലൈസൻസ് വാങ്ങിക്കണം. അപ്പോൾ നിങ്ങളവർക്ക് നമ്മളിങ്ങനെ എപ്പോഴും സ്വർഗസ്ഥനായ പിതാവ് 10,000 കണക്ക് ചെല്ലുന്നില്ലേ? ചെല്ലുന്നുണ്ട്, പക്ഷേ ലൈസൻസ് ഇല്ല. അത് പ്രശ്നത്തില് ഇപ്പം ഞാൻ ഉദാഹരണം കൂടെ പറയട്ടെ. ആലപ്പുഴയിൽ നിന്ന് കുറേ കയറൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, ഇംഗ്ലണ്ടിലേക്കോ അമേരിക്കയിലേക്കോ ഒക്കെ. പക്ഷേ ഇവിടെ അത് വീടുകളിലൊക്കെയാണ് ഇവിടെ ചെയ്യണത്. വീടുകളിൽ എൻ്റെ ക്വാളിറ്റി, സ്റ്റാൻഡേർഡ് എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ ചെയ്തിട്ട് ഇവർ അത് സീൽ ചെയ്ത് വിടുന്നതാണ്. പക്ഷേ ചില സമയത്ത് ഞാൻ ഈ കയറ്റാപ്പീസ് വെഞ്ചരിക്കാൻ ചെല്ലുവേ. വീടുകളിലെല്ലാം തറകളുണ്ട്, കയറുണ്ടാക്കണം, അത് വെഞ്ചരിക്കാൻ ചെല്ലും. അപ്പോൾ ചില വീടുകളിലൊക്കെ ആലപ്പുഴ സൈഡിൽ ഒക്കെ, ആലപ്പുഴയും ചേർത്തലയുണ്ട്. ഇപ്പോൾ ചില വീടുകളിലൊക്കെ ഒരു 2-3 തറയുണ്ടാവും, ഈ കയറുണ്ടാക്കണ തറകൾ. പക്ഷേ ഒരെണ്ണമൊക്കെ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഞാനവരോട് ചോദിക്കും, ചേട്ടായി ഇതിലൊന്നും ഇപ്പം കയറുണ്ടാക്കണില്ലേ, തടുക്കുണ്ടാക്കണില്ലേ? അപ്പോൾ പറയാം, അച്ഛാ അതിന് ഓർഡറൊന്നുമില്ല അച്ഛാ എന്ന് പറയും. അപ്പോൾ ഓർഡർ ആരാ തരേണ്ടത്? ആലപ്പുഴത്തെ കയറ്റ് കമ്പനിക്കാരാണ് ഓർഡർ കൊടുക്കേണ്ടത്. അപ്പോൾ അവരുടെ മുതലാളിമാർ ചില സമയത്ത് 1-2 കയറ്റ് കമ്പനി വെഞ്ചരിക്കാൻ ചെന്നപ്പോൾ അവിടെയും പ്രശ്നം അതാണ്. അവർ ഗോഡൗണൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, വലിയ വലിയ ഗോഡൗണുകൾ. അതിനകത്ത് പക്ഷേ ചരക്ക് കുറവാണ്. എന്താ കാര്യം പറയുമ്പോൾ ഓർഡറില്ലെന്ന് വെച്ചാണ് അവരും പറയേണ്ടത്. ഓർഡറില്ല വെച്ചാൽ എവിടുന്ന് ഓർഡറില്ല? ഫോറിൻ ഓർഡറേ, ഇവർ ജർമ്മനിയിൽ നിന്നൊക്കെ ഓർഡർ ചെയ്യണം. അപ്പം ഈ കയറിന് ചിലപ്പോൾ ജൂട്ട് കയറി അവിടെ മുൻകൂർ അഡ്വാൻസായിട്ട് അവിടെ കൊണ്ട് ഈ ബംഗാളിൽ നിന്നൊക്കെ കൊണ്ട് അടിക്കും. അപ്പോൾ കയറിന് ഡിമാൻഡ് കുറയും, ഓർഡർ കുറയും. അപ്പോൾ ഓർഡർ ഇല്ലെങ്കിൽ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റത്തില്ല. ഈ നമ്മുടെ ഒരു വിഷയം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ പ്രാർത്ഥിക്കാനുള്ള ഓർഡർ വാങ്ങിച്ചെടുക്കണം ദൈവത്തിന്. അത് ഭയങ്കര അത് ആത്മീയകാര്യം എല്ലാം അങ്ങനെയാണ്. ദൈവമായിട്ട് ഉള്ള എല്ലാ റിലേഷൻസിലും ഇപ്പോൾ ഈ കർത്താവിൻ്റെ കൂടെ കുറേ ആൾക്കാർ മരിച്ച് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? ഒരു 6000, ഈ നല്ല കള്ളനും ചീത്തക്കള്ളനും നല്ല കള്ളനും ഉൾപ്പെടെ 6000 പേരാണ് ആ കാലഘട്ടങ്ങളിൽ കുരിശിൽ തൂക്കി കൊല്ലപ്പെട്ടിരിക്കുന്നത് കർത്താവിൻ്റെ കൂടെ. ആ ഒരു കാലഘട്ടം, ആ ഒരു 200-300 കൊല്ലത്തിനുള്ളിൽ 6000 പേര് കുരിശിൽ തൂങ്ങി മരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈശോ പറയുന്നത്, അത് ഈ പിതാവായ ദൈവം എനിക്ക് അംഗീകാര മുദ്ര ചാർത്തിയിരിക്കുന്നത് പറയുന്നത്. യോഹന്നാൻ 6:27. എന്തെന്നാൽ പിതാവായ ദൈവം അവന്റെ മേൽ അംഗീകാര മുദ്ര വെച്ചിരിക്കുന്നു. കാര്യം വെച്ചാൽ ഇവൻ്റെ ബലി മാത്രം, എത്ര പേര് കുരിശ് തൂങ്ങിയാൽ 10,000 പേര് കുരിശ് തൂങ്ങേണ്ട കാര്യമില്ല. ഇവൻ്റെ ഈ കുരിശ് മരണം മാത്രമേ മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരമായിട്ട് പിതാവ് അഡ്വാൻസായിട്ട് അംഗീകാരം കൊടുത്തിട്ടുള്ളൂ. ഇത് എല്ലാം നമ്മുടെ പ്രാർത്ഥനകളും അങ്ങനെ വിഷയം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഇപ്പോൾ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് ചെല്ലണമെന്ന് വിചാരിച്ചു. ഈ സ്വർഗസ്ഥനായ പിതാവ് ചെല്ലണ മുമ്പ് ഈ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഓർഡർ
ഈ സ്വർഗസ്നായ പിതാവ് സ്വീകരിക്കപ്പെടുമെന്നുള്ളതിൻ്റെ ലൈസൻസ് നമ്മൾ വാങ്ങിച്ചെടുക്കണം. അല്ല വെറുതെ കയറ്റി വിടാന്നേ ഉള്ളൂ. അതുപോലെ തന്നെ എന്തുമാത്രം ചില സമയത്തൊക്കെ കഴിഞ്ഞ കൊല്ലവും സംഭവിച്ചല്ലേ, അമേരിക്കയിൽ നിന്നൊക്കെ ആ ചെമ്മീൻ മുഴുവനും അവിടെ ചെന്നിട്ട് അവർ ടെസ്റ്റ് ചെയ്ത് നോക്കി. ഇവിടുന്ന് കയറ്റി അയച്ച ചെമ്മീൻ അമേരിക്കയിൽ ചെന്നിട്ട് അവർ ടെസ്റ്റ് ചെയ്ത് ഒരു ചെറിയ ചെമ്മീൻ്റെ അകത്ത് ബാക്ടീരിയ കണ്ടെത്തി. അവരാ കപ്പൽ മൊത്തം, കോടിക്കണക്കിന് രൂപയുടെ കപ്പൽ മൊത്തം ചെമ്മീൻ റിജക്റ്റ് ചെയ്ത് ഒരു ചെമ്മീൻ ബാക്ടീരിയ കണ്ടെത്തിയതാണ്. ഈ നമ്മുടെ സ്വർഗസ്നായ പിതാവിൻ്റെ അകത്ത് മുഴുവൻ ബാക്ടീരിയയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ബാക്ടീരിയ ഫ്രീ അല്ലെങ്കിൽ ഈ പ്രാർത്ഥന എല്ലാം റിജക്റ്റഡ് ആകും. ബാക്ടീരിയ ഫ്രീ അല്ലെങ്കിൽ എന്താ കാര്യം എന്നറിയാം. ഉദാഹരണത്തിന് ഇപ്പോൾ ചില ആൾക്കാർ ലൈസൻസിന് 8 എടുക്കത്തില്ലേ, 8 എടുത്തേച്ച് പറയും എൻ്റെ അച്ഛ അവസാനത്തെ കമ്പ്യൂട്ടർ മുട്ടിയെന്ന് പറയും. അവസാനത്തെ കമ്പ്യൂട്ടർ മുട്ടി, ആളെ വിട്ടായി. 8 എടുത്തിട്ട് സ്കൂട്ടർ 8 എടുത്തിട്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇടയ്ക്ക് ആദ്യത്തെ 4 കമ്പനിയായിട്ട് ഇങ്ങനെ ശ്വാസം പിടിച്ച് വെട്ടിച്ചും കൊണ്ട് അവസാനത്തെ 2 കമ്പിയപ്പോൾ പോയി. ഇപ്പം രക്ഷപ്പെടും എന്നപ്പോൾ അവസാനത്തെ 2 കമ്പിയിട്ട് ഒരു കമ്പിയിട്ട് മുട്ടി പോയി, ലൈസൻസ് പോയി. ഇതുപോലെ സ്വർഗസ്ഥനായ പിതാവിനും പറ്റണ ഇതാണ്. ഇപ്പോൾ സ്വർഗസ്ഥനായ അങ്ങയുടെ പിതാവ്, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അപ്പോൾ ആ 2 കമ്പിയായി. അങ്ങയുടെ രാജ്യം വരണമേ, അത് കുഴപ്പമില്ല. അതൊരു കമ്പി, 3ാമത്തെ കമ്പി. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, 4ാമത്തെ കമ്പി. കുഴപ്പമില്ല, നമുക്ക് വലിയ റിസ്ക് ഇല്ല അതൊക്കെ. പിന്നെ എന്താ, അന്നൊന്നും വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, അത് 5ാമത്തെ കമ്പിയാണ്. അത് കുഴപ്പം റിസ്ക്കിലാ പോകും. പിന്നെ എന്താണ്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ, അയ്യോ അത് 6ാമത്തെ കമ്പിയാണ്, മുട്ടും, ഔട്ടാവും. ചില ആൾക്കാർ വയസ്സ് 75 ഉണ്ടെങ്കിലും ഇന്ന് വരെ സ്വർഗസ്ഥനായ പിതാവ് കയറ്റി അയച്ചത് എല്ലാം റിജക്റ്റായിരിക്കും. എന്താ കാര്യം, 6ാമത്തെ കമ്പിയിട്ട് മുട്ടിയിരിക്കുകയാണ്. എന്താണ്, മറ്റുള്ളവരോട് ഇപ്പോൾ ക്ഷമിച്ചിട്ടില്ല, അവരോട് മിണ്ടണില്ല, അവരോട് കമ്മ്യൂണിക്കേഷൻ ഇല്ല. അവർ കാണുമ്പോൾ മോഹത്തെ കയറ്റും, എന്നിട്ട് പിന്നെയും കണാകുണാന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. എല്ലാ സ്വർഗസ്ഥനായ പിതാവ് റിജക്റ്റഡായി. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട റിസ്ക്, പ്രാർത്ഥനയുടെ റിസ്ക് എന്ന് പറയുന്നത് പ്രാർത്ഥിക്കാനുള്ള കഴിവുകേട കഷ്ടപ്പാടൊന്നുമല്ല. ഈ പ്രാർത്ഥന ദൈവത്തിനെ കൊണ്ട് സ്വീകരിപ്പിച്ചെടുക്കാൻ പറ്റിയ പ്രാർത്ഥനയുടെ ഓർഡർ ലഭിക്കുന്ന പ്രാർത്ഥിക്കാനുള്ള ലൈസൻസ് വാങ്ങിക്കണം. അപ്പം എപ്പോഴും ശ്രദ്ധിച്ചേക്കണം, എൻ്റെ പ്രാർത്ഥനാ ജീവിതം സ്വീകാര്യമാകാൻ വേണ്ടി മുൻകൂർ ദൈവതിരുസന്നിധി വെടിപ്പായി നിൽക്കാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.